വയനാട് ജില്ലയിലെ മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടം ഇത്തവണ നടന്നു. സിറ്റിംഗ് MLA-മാരായ ടി സിദ്ദീഖ്, IC ബാലകൃഷ്ണനും UDF കോട്ടകൾ കാക്കാനിറങ്ങുമ്പോൾ മന്ത്രി OR കേളുവിലൂടെ വിജയം ഉറപ്പിക്കാനാണ് LDF-ന്റെ ശ്രമം. വയനാട് ടൗൺഷിപ്പ്, വന്യജീവി ആക്രമണം, കാർഷിക പ്രതിസന്ധിയൊക്കെ പ്രധാനപ്പെട്ട ചർച്ചയാണ് ജില്ലയിൽ. മലയോര മേഖല ആർക്കൊപ്പം നിൽക്കുമെന്നത് ഭരണ തുടർച്ചയിൽ നിർണായകമാകും. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ, 3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർച്ചയായി UDF-നെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ജില്ലയാണ്. പക്ഷേ ഒരു OR കേളുണ്ട് CPM-ന്റെ സ്ഥാനാർത്ഥിയായി. മന്ത്രിയായ OR കേളു കൂടി തോറ്റ് 3 സീറ്റുകളും UDF-ന്റെ പക്ഷത്തേക്ക് വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും സാധ്യത? ഷിഹാസ്, മലപ്പുറം പോലെ തന്നെ തൂത്തുവാരുമെന്ന് LDF ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. 3 മണ്ഡലങ്ങൾ മാത്രമുള്ള ചെറിയ ജില്ല. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി 3 മണ്ഡലങ്ങൾ. അതിൽ മാനന്തവാടി മാത്രമാണ് നിലവിൽ LDF-ന് കൈവശമുള്ളത്. അവിടെ ജനകീയനായ MLA OR കേളുവാണ് 3ാം വട്ടവും ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചപ്പോൾ ആദ്യത്തെ തവണയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു. പക്ഷേ മാനന്തവാടി എന്ന് പറയുന്നത് UDF-ന്റെ കോട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത്. PK ജയലക്ഷ്മി അവിടെ നിന്ന് വിജയിച്ച് മന്ത്രിയായ മണ്ഡലമാണ്. ഇക്കുറി ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് UDF ക്യാമ്പ് അവകാശപ്പെടുന്നത്. ഉഷാ വിജയനിലൂടെ മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുമെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ജനകീയനായ OR കേളുവിലൂടെ തന്നെ ആ മണ്ഡലം നിലനിർത്തുമെന്ന് LDF-ഉം അവകാശപ്പെടുന്നുണ്ട്. BJP അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ബത്തേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ IC ബാലകൃഷ്ണൻ 4ാം വട്ടവും UDF-ന് വേണ്ടി അവിടെ കളത്തിലിറങ്ങുന്നു. വലിയ വിവാദങ്ങൾ IC ബാലകൃഷ്ണന്റെ പേരിൽ ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയായതാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിൽ അത് പ്രതിഫലിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഇത്തവണ LDF കളത്തിലിറക്കിയിരിക്കുന്നത് മുൻ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തവണയും IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ച MS വിശ്വനാഥനെ തന്നെയാണ്. ശരി, അപ്പോൾ OR കേളു മണ്ഡലം നിലനിർത്തുമോ? 3 സീറ്റും UDF വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? നാളെ എല്ലാത്തിന്റെയും ഉത്തരം നമുക്കറിയാം. ഇനി